ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയി എല്ലാവർക്കും ജോബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നമാണ് അല്ലേ. വിദേശത്ത് തന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു ഇതാണ് GCC കൺട്രീസ് ആണ് UAE. UAE മീൻസ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAE തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് ദുബായിക്കാണ് കേട്ടോ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് ദുബായിക്ക് വരുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കയ്യിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ്. നമ്മൾ ദുബായിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തായിരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചെയ്യുന്നത്? വിസ എടുക്കൂല്ലേ. ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് 1 മന്തും 3 മന്തും ഉണ്ട്. നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യം മീൻസ് എപ്പോഴും വരുമ്പോൾ ഒരു 3 മന്ത് വിസയിൽ വരിക. ബിക്കോസ് ഒരു 1 മന്ത് വിസയിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 2 to 3 വീക്സ് എടുക്കും നമുക്ക് ജോബ് കിട്ടാൻ തന്നെ. ദെൻ ജോബ് കിട്ടി ജോബ് വിസയിലേക്ക് മാറാൻ ഒക്കെ ഭയങ്കര ടഫാണ്. സോ എപ്പോഴും 3 മന്ത് വിസയിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാം. അതിൻ്റെ എക്സ്പെൻസും ഇതൊക്കെ ഞാൻ ലേറ്റർ പറയാം, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ചാൽ CV, അപ്ഡേറ്റഡ് CV എപ്പോഴും എന്താണ് പണ്ടത്തെ പോലെ പെട്ടി CV ഉണ്ട്, കോളം CV ഒക്കെ ഉണ്ട്, അതൊന്നും ഇട്ടേക്കരുത്. നോക്ക്, കാലം മാറി. ഇതൊരു എന്താണ് മൾട്ടി കൾച്ചർ എൻവിറോൺമെന്റിലേക്കാണ് നമ്മൾ CV അയക്കുന്നത്. അവിടെ നമ്മൾ പണ്ടത്തെ CV ഒന്നും ഇട്ടാൽ നെവർ മൈൻഡ് ആണ് നമ്മുടെ CV ഒക്കെ കണ്ടുകഴിഞ്ഞു. സോ നമ്മുടെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, ലേറ്റസ്റ്റ് മോഡൽ CVs എല്ലാം കിട്ടും. സോ നമ്മൾ എപ്പോഴും ലേറ്റസ്റ്റ് മോഡൽസ് ഒക്കെ എടുക്കാൻ നോക്കുക. അതാണ് CV. ദെൻ CVയിൽ തന്നെ ഒരു ഇതാണ് ഫോൺ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവരും CV ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് കരുതിയിട്ട് CV നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരാൻ നോക്കും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നാട്ടിലെ നമ്പർ മെൻഷൻ ചെയ്യും. ഇറ്റ്സ് ടോട്ടലി മിസ്റ്റേക്ക് ആണ്. ബിക്കോസ് നമ്മളെപ്പോഴും നാട്ടിൽ നമ്പർ കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും ഓർക്കും നമ്മൾ നാട്ടിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ഓഫേഴ്സ് വരുന്നത് എങ്ങനെയായിരിക്കും? 1 വീക്കിനുള്ളിൽ ജോബിൽ കയറണം, 2 വീക്കിനുള്ളിൽ കയറണം എന്നൊക്കെ ആയിരിക്കും. സോ നമ്മൾ നാട്ടിലെ നമ്പർ കൊടുക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കസിൻസിനെ കൊണ്ട് ഒരു സിം എടുക്കുക. എന്നിട്ട് കസിൻസിൻ്റെ അടുത്ത് അവർക്ക് എന്തായാലും ഒരു സിം ഉണ്ടല്ലോ, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിം ഇടാൻ നോക്കാം. അതർവൈസ് നമുക്ക് അവരുടെ നമ്പർ കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അവരെ കോണ്ടാക്ട് ചെയ്തു കസിൻസിനോട് പറഞ്ഞ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. ട്രൈ ചെയ്യാന്നല്ല, നമ്മൾ അങ്ങനെ എടുത്തേ പറ്റൂ. സോ CVയിൽ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കത്തില്ല, നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടില്ല. സോ ഒന്നല്ലേ അവരെ നമ്പർ ആഡ് ചെയ്യുക, ഒന്നല്ലെങ്കിൽ നമുക്കൊരു സിം എടുത്തിട്ട് ആ കസിൻ്റെ കയ്യിൽ ഫോണിൽ ഇൻസേർട്ട് ചെയ്യാൻ പറയാം. സോ അവർ വിളിക്കുമ്പോൾ നമ്മളെ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ഡ്രസ്സ്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഓഫീസ് വെയർ, ദെൻ ഫോർമൽ വെയർ. ജെൻസിനായിക്കോട്ടെ നമ്മൾ നല്ല ഷൂസ് പ്രിഫറൻസ് ഉണ്ട്. ഷർട്ട്, പാൻസ്. ലേഡീസിനായിക്കോട്ടെ അതുപോലെ തന്നെ ലേഡീസ് ഷർട്ട്സ് ആണ് കൂടുതൽ ഇവിടെ വിയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഷർട്ട് വിയർ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, മീൻസ് ഗുഡ് ലുക്കിംഗ് കാഷ്വൽ വിയർ ആണെങ്കിലും മതി, ഒരു ഓഫീസ് വിയർ ആണെങ്കിലും നമുക്ക് മതി. സോ എപ്പോഴും നമുക്ക് ഒരാൾ നോക്കുമ്പോൾ വി വെയർ വെൽ ഡ്രസ്ഡ് ആണെന്ന് പറയാൻ പാകത്തിനായിരിക്കണം നമ്മുടെ ഡ്രസ്സിങ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റൈലിനെയൊക്കെ പറ്റി ഇനി നെക്സ്റ്റ് ആണ്, നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ നമുക്ക് റൂംസിനെ പറ്റിയൊക്കെ നോക്കണം. നമുക്ക് ഇവിടെ വന്നിട്ട് എവിടെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കൂടുതലും ദുബായ്, കറാമ അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഷാർജയിൽ പോയാലും ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ദുബായ് എയർപോർട്ടിലാണ് വന്ന് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എവിടെയാണോ ജോബ് നോക്കുന്നത് അവിടെ ആയിരിക്കണം നമ്മൾ റൂം എടുക്കേണ്ടത്. ബിക്കോസ് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരരുത്. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നതിനെല്ലാം നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആയാലും നമുക്കതൊരു അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അതിൻ്റെതായ കുറേ സൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡുബിസൽ അങ്ങനെ കുറേ സൈറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂംസ് ഒക്കെ കിട്ടും. സോ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വരുന്ന കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വന്നിറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് റൂം നോക്കി ഭയങ്കര ടെൻഷനായിരിക്കും. ഇതിപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് റൂംസ് ഒക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ റൂംസ് എടുത്ത് നമ്മളിവിടെ വന്ന് നമുക്ക് കുറേ സൈറ്റ്സ് ഉണ്ട്. നമ്മൾ ഒരു ഡേ ഒരു 100 ഒരു പോസ്റ്റിലേക്ക് മീൻസ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ നമ്മൾ ഒരു 100 എണ്ണമൊക്കെ ഒരു ദിവസം നമ്മൾ അയക്കും. അങ്ങനെയായിരിക്കും നമുക്ക് 2 പേരൊക്കെ നമ്മൾ 100 എണ്ണം അയച്ചാലാണ് 2 പേരെങ്കിലും നമ്മൾ വിളിക്കത്തുള്ളൂ.
സോ നമുക്കൊരു 2 ആഴ്ചയോളം അങ്ങനത്തെ ഒരു പരിപാടിയിലൊക്കെ ആയിരിക്കും നമ്മൾ. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെഡി ആക്കിയിട്ട് വേണം നാട്ടിലേക്ക് വരാൻ. സോ നമുക്ക് ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമുക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ലല്ലോ. നമുക്കപ്പോൾ ജോബിനെ പറ്റി മാത്രം ചിന്തിച്ച് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ചെയ്യാം. ദെൻ ഇപ്പം നമുക്കൊരു മെയിൽ റിസീവ് ആയെന്ന് വെച്ചാൽ, ഒരു മെയിൽ റിസീവ് ആയി നമ്മൾ ഇന്ന ടൈമിൽ അവിടെ എത്തണം എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ആ ടൈം പഞ്ച്വാലിറ്റി നമ്മൾ കാണിച്ചിരിക്കണം. ആ ടൈമിൽ നമ്മൾ അവിടെ എത്തിക്കൊള്ളണം. സോ ഇഫ് നമുക്കത് എന്താണ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്മാർട്ടായിട്ട്, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ഈ ദുബായിൽ നമ്മൾ ഭയങ്കര സ്മാർട്ടായിരിക്കണം. അപ്പം നമുക്ക് ടെൻഷൻ ആദ്യമൊക്കെ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ടെൻഷൻ കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ടല്ലോ. സോ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. സോ പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കൂളാവാൻ ശ്രമിക്കുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അവരെല്ലാം വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ക്യാമറയിൽ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇൻ്റർവ്യൂവിന് പുറത്ത് പോയിരുന്നാലും അവർ വാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ഭയങ്കര ടെൻസ്ഡായിട്ട് വന്നിരിക്കുമ്പോൾ തന്നെ അവർക്കറിയാം നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു തോന്നൽ വന്നാലും നമുക്ക് ഇൻ്റർവ്യൂ വെറുതെയാണ്. നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അവർ നമ്മളെ കണ്ടിട്ടുണ്ട്, അതിന് മുന്നേ കണ്ട് അവർ പറഞ്ഞ് മനസ്സിലാവണ്ട, അപ്പം നമുക്ക് കിട്ടത്തില്ല. സോ കുറച്ചുകൂടെ കൂളായി നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇരിക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ജോബ് കിട്ടും. ദെൻ നെക്സ്റ്റ് ആണ് CV. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, CV നമ്മൾ നാട്ടിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഇവിടെ വളരെ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാത്തത്. ബട്ട് ഇവിടെ നമ്മളെ ഫ്രണ്ട്സോ കസിൻസോ എല്ലാവരും മലയാളീസ് ആണല്ലോ. നമ്മളെ എന്താണ് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയാണ്. സോ നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇവിടെ വന്ന് അവരെ കമ്പനിയിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നാട്ടിൽ നിന്ന് എന്താണോ കൊണ്ടുവരുന്നത് അപ് ടു ഡേറ്റ് ആവത്തില്ല നമ്മുടെ CV, മനസ്സിലാവുന്നുണ്ട്. സോ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കാൻ ശ്രമിക്കുക നമ്മൾ. ഓക്കെ, സോ നമ്മൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് CV അങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടത്തൊന്നുമില്ല. സോ നമുക്ക് കുറച്ചുകൂടെ കിട്ടാൻ ചാൻസ് നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നല്ല അപ് ടു ഡേറ്റ്. ഇപ്പം ഇന്ന് നാളെയാണ് നമുക്ക് ജോബ്, ഒരു ജോബ് ഇന്ന് കണ്ടു. സോ നമുക്ക് ഇന്നലെ വരെയുള്ള അപ്ഡേറ്റ്സ് കിട്ടത്തില്ല നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ CV നമുക്ക് ടെൻഷനൊന്നും അടിക്കുന്നുണ്ട്. ഇപ്പം വളരെ ചുരുക്കമാണ് നമ്മുടെ കയ്യിൽ നിന്ന് CV മേടിച്ച് നോക്കുക എന്നുള്ളത്. ഇപ്പം എല്ലാം മെയിലിൽ നമ്മൾ സെൻഡ് ചെയ്യുമല്ലേ. സോ നമുക്ക് അങ്ങനെ എഡിറ്റിംഗ് ഓപ്ഷൻ അതൊക്കെ നമുക്ക് ചെയ്യാം. സോ നമ്മൾ ടെൻഷനൊന്നും അടിക്കുന്നു. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാം. സോ ഒരുപാട് വീഡിയോ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനൊരു ഇതായിരിക്കും. സോ ഇത് പാർട്ട് 1 ആയിട്ട് ഇടാം. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ജോബ് എങ്ങനെ നോക്കാം, ഏത് സൈറ്റിൽ നോക്കാം എന്നൊക്കെയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നതായിട്ട് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.